നടുമുറിനോ? അതെങ്ങനെയാ? അത് ചക്കയുടെ വെട്ടിയതാ, ചക്ക വെട്ടിയതാ. ആരാ വന്നേ? ഞാൻ അറിയല. ഇതിനെയോ? ഇതിനെ അറിയല്ലേ? നാട്ടിൽ എവിടെയാ വീട്? എൻ്റെ വീട് ഓമല്ലൂരാ. ഓമല്ലൂര്. ഓമല്ലൂക്കാരനോ? ഓമല്ലൂക്കാരൻ യൂട്യൂബറാ, യൂട്യൂബർ. വീട്ടുപേര് ഞാറുകുളം ഉതിരക്കട്ടെ എന്ന് പറയും. ഞാറുകുളം ഉതിരക്കട്ടെ എന്ന് പറയും. ആ, വല്ല പരിചയമുണ്ടോ? വല്ല പരിചയമുണ്ടോ എലിക്കുട്ടി? വല്ല പരിചയം വല്ല ഉണ്ടോ? എടപ്പോ എവിടോ എവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നിടത്ത് നേറ്റുമായിരുന്നു. പിന്നെ മറന്നുപോയി. പിന്നെ മുറിയിലോട്ട് പോവാണേ. ഇങ്ങോട്ട് വാ, ചായ കുടി. ചായ കുടിക്കാൻ അമ്മ ചായ കുടിച്ചുകൊണ്ട് പോയടുത്ത് നിന്നാണ് ഏറ്റവും അങ്ങ് പോയത്. ജോമോനെ തപ്പി ആരാണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതല്ലേ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ആ മൊട്ടത്തലയിലായോണ്ടോ? ജോമോനെ ഉപയോഗിച്ചിട്ട് പിന്നെ വേറെ കണ്ടിട്ടൊക്കെ നോക്കുവാണല്ലോ. അമ്മ അന്വേഷിക്കുന്ന ജോമോൻ ഇതല്ല അല്ലേ? അല്ലേ? മൊട്ടത്തലയല്ലേ? പലപടി വന്നല്ലേ? പൊഴിഞ്ഞു പോയതാ. അത് രോഗത്തിന്റെ രോഗാടാ, കഷണ്ടി അല്ലേ? അമ്മയുടെ തലമുടി കിട്ടണ്ടായിരുന്നു അല്ലേ? അത് നമുക്കാണേലും എല്ലാം തലമുടി പൊഴിയല്ലേ. അത് ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യും. അതൊന്നും പറഞ്ഞിട്ടില്ല. എവിടെ പോയതാന്ന് ചോദിച്ചേ? എവിടെ പോയതാന്ന് ചോദിച്ചേ? അത് അത്യാവശ്യത്തിന് ആവശ്യത്തിന് പോയിക്കാം. ആവശ്യത്തിന് പോയതല്ലേ? എല്ലാം അറിയാല്ലേ? പിന്നെ ചായ കുടിക്കാൻ വന്നാണോന്ന് ചോദിച്ചോ? പെരക്കകത്ത് കുത്തിയിരുന്നാൽ കാര്യം നടക്കൂ. ആ, പെരക്കകത്ത് കുത്തിയിരുന്നാൽ കാര്യം നടക്കുമോ? ഈ എലിക്കുട്ടി ഉള്ളതുകൊണ്ട് ചിലപ്പം കാര്യം വല്ല നടന്നാലോ? എലിക്കുട്ടി ഇങ്ങനെ ഉള്ളതുകൊണ്ട് വല്ല കാര്യവും നടന്നാലോ? കാര്യം പല കാര്യങ്ങളും നടന്നെങ്കിലും നടക്കല്ലേ? എലിക്കുട്ടി പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ, അതുകൊണ്ട് കാര്യങ്ങൾ വല്ല നടന്നു പോയെങ്കിലോ? പിന്നെ നടന്നു പോകാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആവശ്യപ്പെട്ട കാര്യമൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? ഈശോയോട് ഈശോയോ പ്രാർത്ഥിച്ച് അമ്മ മേടിച്ചു തന്നെ. ഈശോ സാധിച്ചു തരും. എല്ലാരോടും മര്യാദയായിട്ട് പെരുമാറിക്കൊണ്ട് ചെയ്യണമെന്നുള്ളൂ. മര്യാദയോടെ പെരുമാറണം അല്ലേ? ആരെങ്കിലും വ്യത്യാസം ചെയ്യോ? അപ്പൊ അവര് നമ്മളോട് മര്യാദയോട് പെരുമാറണ്ടേ? അലങ്കോലം ഉണ്ടാക്കോ ചെയ്തിട്ടുണ്ടോ? എലിക്കുട്ടി, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നമ്മളോട് അവരും മര്യാദയായിട്ട് പെരുമാറണ്ടേ? അവരും പെരുമാറും. അപ്പൊ അവര് പെരുമാറാതെ വന്ന് നമുക്ക് മര്യാദയായിട്ട് പെരുമാറാൻ പറ്റുമോ? നമുക്ക് സങ്കടം വരികയല്ലേ? അത് അവര് അങ്ങ് ചെയ്യുമ്പോ അതനുസരിച്ച് അങ്ങോട്ടും ചെയ്യണം. അത്രയും ചെയ്താൽ മതി അല്ലേ? പിന്നെ അവരെ ചുമന്നോട് നടക്കണം. അതാണ് ഞാനും അങ്ങനെയാ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെ ചുമന്നോട് നടക്കേണ്ട കാര്യമില്ലെന്ന്. അത്രേ ഉള്ളൂ. സ്നേഹ ആത്മാർത്ഥത. സ്നേഹം ആത്മാർത്ഥതയുള്ളവരെ നമുക്ക് ചുമക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതില്ലാത്തവരെ ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതാരായാലും ഒരല്പമെങ്കിലും സ്നേഹം തിരിച്ചു തരുന്നവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. കുട്ടി, എന്നോട് അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഒരു പ്രായം വരെയും അവരെയൊക്കെ വളരെ ബഹുമാനിക്കണം. എലിക്കുട്ടിയുടെ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തു തരുന്നില്ലേ? അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നില്ലേ? ഉണ്ടോ? എന്റെ കാര്യം മാത്രം തീരാനുള്ളൂ. അമ്മയുടെ കാര്യം ഒന്നും ചെയ്യാനില്ലല്ലേ? അല്ലേ എലിക്കുട്ടി? എനിക്കെങ്ങനെയായിരുന്നു വല്ലതും ചെയ്യാനോ? അതിനുമാത്രം വല്ലോ കാര്യങ്ങളുണ്ടോ? ഇപ്പോഴും 16-കാരിയായ ആൾക്ക് എന്തിനാ ചെയ്തു തരുന്നേ അല്ലേ? അപ്പൊ അമ്മ എനിക്കല്ലേ ചെയ്തു തരുന്നേ അല്ലേ? നമുക്ക് വീട്ടിലല്ലേ ഓരോരോ കാര്യങ്ങൾ തട്ടിക്കോളും. കുടുംബത്തല്ലേ നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഓരോ സമയത്തേക്ക് ഓരോ കൂട്ടം ചെയ്യണം. അത് ഇന്നവർക്കൊന്നൊന്നുമില്ല. ആർക്ക് ചെയ്താലും നല്ലതല്ലേ? എല്ലാവരും ഒരുപോലെ കണക്കിലെടുക്കും. എല്ലാവരും ഒരുപോലെ ഒന്നും കണക്കിലെടുക്കാൻ എനിക്ക് പറ്റിയല്ല എൻ്റെ അമ്മേ. എനിക്ക് എന്നെ ആരെങ്കിലും കണക്കിലെടുക്കുന്നവരൊക്കെ എനിക്കും കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. എന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ഞാൻ എന്നാ ചെയ്യാനാ? നിനക്ക് സമയമുള്ളപ്പോ ഉള്ള പാട് അനുസരിച്ച് എന്തെങ്കിലും ചെറുതാണേലും ചെറുത്, വലുതാണേലും വലുതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാ. പക്ഷെ എന്നോടും അതുപോലെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ? കാണിക്കുന്നവരോ കാണിച്ചാൽ തിരിച്ചു കാണിക്കാനും എനിക്കറിയാം.
ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അത് കേട്ടാ മതി. നമ്മൾ മനുഷ്യരെ എല്ലാവരെയും മനസ്സിലാക്കണം. നമ്മൾ ജാതിയോ മതമോ ജാതി മതമൊന്നും ഇല്ലമ്മേ, മനുഷ്യൻ നന്നായാ മതി. അമ്മ ഇന്നാള് പറഞ്ഞ പോലെ ആരെയും വെറുക്കാനോ വെറുപ്പിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് ശരീരം കൊണ്ടും പൈസ കൊണ്ട് പറ്റാവുന്ന കഴിവുള്ളൂ എല്ലാം അങ്ങോട്ട് ചെയ്യണം, ഇങ്ങോട്ടും മേടിക്കണം. അപ്പം അങ്ങനെ ഒരു ജീവിതമാകുമോ? അല്ലാതെ ഒറ്റയ്ക്ക് ഓരോരുത്തരും എൻ്റെത് എനിക്ക് മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചു വെച്ചാൽ ശരിയായില്ല ഒരിക്കലും. അമ്മയുടെ ഉപദേശം എല്ലാരും കേട്ട് നന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടാ. അമ്മയുടെ ഉപദേശം എല്ലാരും കേട്ട് നന്നായാലേ എത്ര നല്ലതായിരുന്നെന്ന്. തുപ്പിയിടുക. എൻ്റെ മക്കൾ ആരും മോശമായിട്ടില്ല. അമ്മയുടെ മക്കൾ ആരും മോശമല്ല അല്ലേ? ജോമോ മോശമാണെന്നാണല്ലോ കേട്ടേക്കണേ. അവരൊരു പ്രായം ജോമോ മോശമായതുകൊണ്ട് ജോമോനെ അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ. ബാക്കി മക്കളെയൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലേ? എനിക്ക് ആരും പറഞ്ഞു ഇഷ്ടമില്ല. എന്നിട്ട് പിന്നെ ജോമോനോട് അമ്മയ്ക്ക് ഇഷ്ടക്കേടാണല്ലോ കാണിക്കുന്നത് മൊത്തം. എന്നത് അമ്മയ്ക്ക് എല്ലാം ഇഷ്ടക്കേടായിട്ടാ കാണിക്കുന്നത്. ഞാൻ എന്നത് കാണിക്കണം? ആ ജോമോനോട് ചോദിച്ചേ. പിന്നെ ചോദിച്ചേ. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യും. വീട്ടിലോട്ട് പോകാൻ ഏത് വീട്ടിലാ? ഞാൻ പോവാ. അമ്മ പോരുന്നു എൻ്റെ കൂടെ. ഞാൻ തയ്യൽക്കടയിൽ പോവാ. പോരുന്നുണ്ടോ? നടക്കാൻ പോവാം നമുക്ക്. നടക്കാനായിട്ട് പോവാ. ഞാൻ തയ്യൽക്കടയിൽ പോവാ. നടന്നാ പോണത്. സൈക്കിളേലോ? നടന്ന്. പിന്നെ അല്ലാതെ തന്നെ പോണം. അല്ല വണ്ടിക്കല്ലേ കൊണ്ടുപോയിക്കണേ. ഇനിയിപ്പോ നടപ്പ് തുടങ്ങുവാ. അവിടം വരെ നടന്നു പോകാനായിട്ട് അത് മതിയല്ലോ. അതിന് മാത്രം മതിയൊന്നുമില്ല. ഇന്ന് ചായക്ക് എന്നായിരുന്നു പറഞ്ഞോ എല്ലാരോടും? ചായക്ക് എന്നാന്ന് പറഞ്ഞോ? ആർക്കെങ്കിലും ഇല്ല തിന്നാൻ കഴിക്കാൻ വന്നവർക്ക് കൊടുക്കും. ആരാ വന്നത്? ഇപ്പൊ ജോമോനല്ലേ വന്നിട്ടുള്ളൂ. ഇതായിരുന്നു ചായക്ക് കടി. അമ്മയുടെ ഇഷ്ടപ്പെട്ട പലഹാരം. ജോമോൻ കഴിച്ചായിരുന്നു? ജോമോൻ കഴിച്ചോ? ജോമോനെ കഴിക്കാൻ വന്നതാ. ചായ കുടിക്കാൻ വന്നതാ. ചായ കുടിക്കാൻ വന്നാലേ എന്നാ കൊടുത്തു. ചായക്ക് ചൂടുണ്ടോ? ചായക്ക് ചെറിയ ചൂടുണ്ട്. അത് മതി. അമ്മയ്ക്കും മകനും ചായക്ക് ചൂട് പറ്റിയല്ലോ. അതിനല്ലേ ഒത്തിരി ചൂടായ വലിയ വേണം. കുടിക്കാനും പറ്റിയല്ല. തണുത്ത് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ രണ്ടുപേരും? 3 പേരുണ്ട് കേട്ടോ. കൊച്ചുമകനും അങ്ങനെയാ. ചൂട് കുറഞ്ഞ തണുത്തതിന് ശേഷം മാത്രം കുടിക്കുന്ന 3 പേരുണ്ട് ഈ വീട്ടില്. എലിക്കുട്ടി, ജോമോൻ, വിവാൻ അല്ലേ? നിങ്ങൾ 3 പേരും ഇല്ലേ തണുത്ത് മരിച്ചിട്ട് ചായ കുടിക്കുന്ന ആൾക്കാര്? തണുത്ത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന ആൾക്കാര് നിങ്ങളല്ലേ? ആരെങ്കിലും തണുത്തിട്ട് ചായ കുടിക്കും? എല്ലാരും ചൂടോടെയല്ലേ ചായ കുടിക്കുന്നത്? എന്നെ ഈ തൂക്കണേ. പൊള്ളും. ഇന്നലെ വൈകിട്ട് മുതൽ അമ്മയുടെ ഫാൻ പണി മുടക്കി. നമ്മൾ ടേബിൾ ഫാൻ വെച്ച് കൊടുത്തു. അമ്മയ്ക്ക് ഫാൻ ചുമ്മാ കറങ്ങിയാൽ മതി, കാറ്റില്ലേലും മുകളിലെ ഫാൻ കറങ്ങണം. അല്ലേ അമ്മ ഓടി നടക്കും, ഉറങ്ങത്തില്ല. ഉറങ്ങാതെ ഓടി നടക്കും. 24 മണിക്കൂറും ഫാൻ കറങ്ങണം. നമ്മളങ്ങനെ വല്ല ഒന്ന് പറഞ്ഞ ആളോട്ട് സമ്മതിക്കത്തുമില്ല അല്ലേ എലിക്കുട്ടി? നമുക്ക് പോകാം, തയ്യൽക്കടയിൽ പോകാം. എന്റെ കൂടെ നമുക്ക് നടന്നു പോകാം. എനിക്ക് 2 സാധനമൊക്കെ തയ്പ്പിക്കാനുണ്ട്. അമ്മ വരുന്നുണ്ട് എന്റെ കൂടെ. നമുക്ക് പോകാം. വൈകുന്നേരം ഒന്ന് നടന്ന് അങ്ങോട്ട് പോകാം. തയ്യൽക്കടയില് പോയിട്ട് അവിടെ പോയി വെച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരാ. കാണുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് വരുന്നുണ്ടോ? ഏത് വീട്ടിലാ? അമ്മയുടെ വീടാ ഇത്. എലിക്കുട്ടിയുടെ വീട്, സ്വന്തം വീട്. അതേന്നെ. അല്ലേ ജോമോനോട് ചോദിച്ചേ. എലിക്കുട്ടിയുടെ സ്വന്തം വീട് ഇതല്ലേന്ന്. അമ്മയുണ്ട്. കാരണവന്മാരും ഉണ്ട്. നീ എന്നെ ഉണ്ടാക്കാനുള്ള? എന്നെ ഉണ്ടാക്കാനാ? അമ്മയ്ക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി തരാന്നതാ കേട്ടാ. വഴിയെ പോകുന്ന വണ്ടിയൊക്കെ ഇങ്ങോട്ടാ വന്നേന്നാണല്ലോ എലിക്കുട്ടിക്ക് തോന്നുന്നത്.
വണ്ടി ഓടി ഇങ്ങ് വന്നു പിന്നെ മാറി കയറി വന്നു. അന്ന് അമ്മേനെ കണ്ട ഓടിപ്പോയതാ. ഒരു വഴിയെ പോയതല്ലേ. എന്നെ ഒന്നും കണ്ടില്ല, ഞാനിവിടെ നിൽക്കുക. അയ്യോ, ദേഷ്യം തുടങ്ങി. എന്നെ കണ്ടോട്ടെ ഓടുക. ആ അമ്മ കണ്ടോണ്ടിനാ വണ്ടി ഓടിപ്പോണത്. അയ്യോ, ദേഷ്യക്കുട്ടി, ദേഷ്യക്കുട്ടി. ഞാനെങ്ങും കയറി പോണില്ല. ഞാനിങ്ങ് കേറി പോണില്ലല്ലോ. ഞാനിവിടെ ഇല്ല. ഞാനിങ്ങ് കേറി പോണില്ലല്ലോ. ആടി ഇതാരാ? ഇനി വാ വെച്ചേ. ഇവിടെ ചായ ഇരിക്കണം. ചായ കുടിക്കൂ, ചായ. അയ്യോ, എന്തെല്ലാം പറയുന്നു വെച്ചേ. നോക്കിയേ, കഥ അടച്ചിട്ട് വെച്ച്. ആൾക്കാർ വെച്ചേക്കണ്ട. കഥ അടച്ചിട്ട്. ഇതാ അവന് വെച്ചിരിക്കുന്ന അമ്മേ. പരീക്ഷ എളുപ്പമായിരുന്നു ചോദിച്ചോ അമ്മ അവനോട്? പരീക്ഷ ഇന്ന് ഇല്ലായിരുന്നു. ആ പരീക്ഷ എളുപ്പമായിരുന്നു ചോദിച്ചോ? പരീക്ഷ എളുപ്പമായിരുന്നോ വിവാന്? അമ്മ ചോദിച്ചില്ലല്ലേ? ഇല്ല. അമ്മ ചോദിക്കണ്ടേ? എനിക്കറിയത്തില്ല. അന്ന് ചോദിക്കണം കേട്ടോ. പരീക്ഷ എന്നായിരുന്നു? ഇനി ഒരെണ്ണം കൂടെ ഉള്ളു, ബാക്കിയെല്ലാം തീർന്നു. പരീക്ഷയെല്ലാം പാടായിരുന്നു. പരീക്ഷയെല്ലാം പാടായിരുന്നെന്നാ പറഞ്ഞേ. കഴിഞ്ഞാൽ പിന്നെ സാവധാനത്തിൽ പഠിച്ചോണ്ടിരുത്താൽ മതി. ആ ഈ സാവധാനം ഒന്നും നടക്കിയല്ല. ഈ സാവധാനം ഒന്നും പറ്റിയല്ല. ഇനി ഈ സാവധാനത്തിലൊന്നും പോയില്ലെന്ന്. സ്പീഡിൽ പോകും. ഓട്ടല്ലേ? ഇനി ഓട്ടമാ. ഓട്ടപ്പെടുത്താണ്. അങ്ങനെയാകുമ്പോ ഒരു കാര്യം നടക്കും. ഇത് കുളിച്ചാ? പിന്നെ കുളിച്ചില്ല, കണ്ടറിയത്തില്ല കുളിച്ചെന്നുള്ളത്. കുളിച്ചാ എലിക്കുട്ടി? കുളിച്ചോ? കുളിച്ചോ? കുളിച്ചോന്നോ? കുളിച്ചില്ലേ? അവിടെ കുളിക്കുന്ന ഒച്ച കേട്ടായിരുന്നല്ലോ, വെള്ളമൊക്കെ ഒഴിക്കുന്ന ഒച്ച. ഞാൻ രാത്രി പാതിരായി കുളിക്കാൻ പോകും. ഇത് രാത്രി 11:30 അല്ല. നോക്കി വെട്ടം കണ്ടോ? ഇപ്പോഴല്ല, അതെപ്പോഴേ നേരത്തെ കരയാൻ കഴിയും. നേരത്തേതോ? ഇപ്പൊ ഇങ്ങനെ ഉച്ചയാകുമ്പോ തന്നെ കുളിച്ചാൽ മതി. ഉച്ചയാ? സമയമൊക്കെ മാറ്റി മാറ്റി പറയണേ. സമയമൊക്കെ മാറ്റി മാറ്റി പറയണേ. സമയം അങ്ങനെയാ. കുളിയിലെ ഉച്ച കഴിയുമ്പോ കുളിച്ചാൽ മതി. വൈകുന്നേരത്തെ കാലിൽ ഇച്ചിരി ക്രീം തൂത്തേക്കാം. മൊരിയുണ്ട്. കാലി കാണിച്ചേ. കാല് ഉണ്ടോ? കാല കണ്ടിരിക്കുന്നേ. വണ്ടി സ്കൂൾ ടൈം കഴിഞ്ഞില്ലേ? വണ്ടി പോയില്ലേ ഇപ്പം? സ്കൂൾ ടൈം കഴിഞ്ഞതല്ലേ? സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് പോകണം വേണ്ടിയില്ലേ? ചെരുപ്പ് ഊരിക്കേ. കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെ പറയണം. ചെരുപ്പ് ഊരിക്കേ. ചെരുപ്പ് ഊരിക്കേ. വാവക്കുട്ടി ആണോ? എലിക്കുട്ടി മാറ്റി വാവക്കുട്ടിയായോ? വാവക്കുട്ടി. വിവാനെ അമ്മ അങ്ങനെയല്ലേ വിളിച്ചോണ്ടിരുന്നേ? വിവാനെ അങ്ങനെയല്ലേ അമ്മേനെ വിളിച്ചോണ്ടിരുന്നേ? തോന്നുന്നതൊക്കെ പറയുന്ന ഞാൻ അതിന് ഉത്തരവാദി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനെന്തിനാ കുഴപ്പം? അതുകൊണ്ട് അങ്ങനെ പറയണ. കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ നിർത്തും. കുഴപ്പമുണ്ടെങ്കിലേ ഇപ്പൊ നിർത്തും. ചോദ്യം ഉത്തരവൊക്കെ പറയണം. ചോദിക്കുമ്പോ അങ്ങ് പറയണം. അതാണ് അത്യാവശ്യ കാര്യം. അത് തിന്നിട്ട് മൂല തിന്നിട്ട് കണ്ടവിടെ വെച്ചേക്കണം. തിന്നാനുള്ളവരാ. ഞാനാ തിന്നെ. കൊച്ചുങ്ങളാണ്. വിവാനുണ്ട്, ജോമോനുണ്ട്. അതൊക്കെ 8 മണിയാവും. വീട്ടിലോട്ടൊന്ന് പോണോ? ഏത് വീട്ടിലാണ് പോണേ? വീട്ടിലാരും ഇല്ല. ഏത് വീട്ടിലാന്ന്? ഏത് വീട്ടിലാന്ന്? എൻ്റെ വീട്ടിൽ. അമ്മയുടെ വീടെന്ന് പറഞ്ഞ ഏതാ? ഏത് വീടാ അമ്മ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല? ഇല്ല, ഞങ്ങൾക്കറിയാവുന്ന ഈ ഒരു വീടേ ഉള്ളൂ. അമ്മ ഉദ്ദേശിക്കുന്ന വീട് ഏതാന്ന് വന്ന് പറഞ്ഞേ. പടിഞ്ഞാറത്തെ വീടാണോ? പടിഞ്ഞാറത്തെ വീടാണോ? ഏതാണ്? നമ്മൾ പടിഞ്ഞാറ് പണ്ട് ആദ്യം പോയി താമസിച്ചു. എല്ലാം വീടല്ലേ? എല്ലാം വീടാ. അതാ ചോദിച്ച ഏതാ വീടെന്ന് ചോദിച്ചേ. അമ്മ ഊണ വീട് ഏതാ? തിന്നാൻ കൊണ്ട് വെച്ചാൽ അത് തിന്നാ. അത് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നല്ലേ. തലമുടിയൊക്കെ ആരാ തലമുടി ജീവിക്കുന്നത്? തലമുടിയൊക്കെ ആരാ അമ്മ തന്നെയാണോ? ജീവിതം അത് കാലത്ത് രാവിലെ ഇപ്പം ഇപ്പം പിന്നെ വേറെ ജീവിതം. കുളിച്ചു കഴിഞ്ഞ് ജീവിതാണോ? കുളിച്ചു കഴിഞ്ഞിട്ട് ജീവിതാണോ? കുളിച്ചൊന്നുമില്ല. കുളിച്ചില്ലേ? 4 പറഞ്ഞു. പിന്നെ നൈറ്റിയൊക്കെ മാറി എല്ലാം കുളിച്ച് നല്ല കുടുപ്പി ഒന്ന് തുടച്ചതോളൂ. ആര് തുടച്ചതേ ഉള്ളെന്ന്? പിന്നെ മേലൊക്കെ ഒന്ന് കൂട്ടോളൂ. വെള്ളത്തിൽ മുക്കി തോർത്തോണ്ട് തുടച്ചതേ ഉള്ളോ? പിന്നെ ആര് തുടയ്ക്കാം? പട്ടി തന്നെ. പട്ടി. ആ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യം. അവർ 2-3 എണ്ണം ഉണ്ട്.
എന്നാത്തിനകത്ത് എന്നാക്കി അവൾ നോക്കാനാ ഇതുങ്ങളൊന്നും അടുപ്പിക്കരുത്. അവന്മാർ ഓടിപ്പോയെന്നേ. അവൻ ഓടിപ്പോയി. ഓടിപ്പോയോ? എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ വരും. കഴിയുമ്പോൾ വരട്ടെ. എന്താക്കി ഉള്ളതെന്നറിയാൻ. ആ ഇതിൽ ഓടി നടക്കണ കുട്ടികളല്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അല്ലാനാ നീയാണോ? ഞാനാണോ? നീയാണോ? ആണോ? ആ ഞാനല്ലേ? അതായിരിക്കും. അപ്പുറം ഇരിക്കുന്ന ആരാ? അപ്പുറം ഇരിക്കുന്ന ആരാ? അത് അമ്മയാ. ഏതമ്മയാ? ഈ അമ്മയാണോ? വല്യമ്മ. വല്യമ്മയൊന്നുമല്ല, ഞാനാ അമ്മയാ. സ്വന്തം അമ്മയാ? ആ. നിന്റെയാ? ആ. എൻ്റെ അമ്മ ഏതാ? എൻ്റെ അമ്മ ഏതാ? എനിക്കറിയത്തില്ല, എല്ലാം പറ്റും. എൻ്റെ അമ്മ ഏതാന്ന് അറിയത്തില്ല. ഇത് ആ കാണുന്നതാ എൻ്റെ അമ്മ. ഉണ്ടോ അതിനകത്ത് കാണുന്നത്? അറിയോ ഏതാന്ന്? അറിയോ ഏതാന്ന്? ആ അമ്മേനെ കണ്ടിട്ടുണ്ടോ? ഞാനത് വേറെ അറിയാം. ഞാൻ പോവാ. ടാറ്റാ. എവിടെ പോവാ? ഞാൻ തയ്യൽക്കട പോവാന്ന് പറഞ്ഞില്ലേ? തയ്ക്കാൻ കൊടുക്കാനേ പോവാ. ആ തയ്ക്കാനോ? ആ അമ്മ പോനുണ്ടോ എൻ്റെ കൂടെ കൂട്ടിന് നടക്കാൻ? നടക്കാൻ പോനുണ്ടോ? കട കൊണ്ട് കൊടുക്കാൻ പോവാ. അപ്പം കൂടെ പോരാ എൻ്റെ കൂടെ. തയ്യൽക്കട എവിടെയാ? അത് കുറച്ച് പോണം. ഇപ്പൊ വീട്ടിലോട്ട് പോണത്താണോ? അല്ലല്ല, അത് വേറെ വഴിയാ. പിന്നെ ഇതിന് ഞാൻ പോകുന്ന എൻ്റെ കൂടെ കൂട്ടിന് എന്നെ വല്ലവരും പിടിച്ചോണ്ട് പോയാലോ? അയ്യോ, എന്നാലും ഇവിടെ വല്ലോ വീട്ടിലല്ലവരും ഉണ്ടോ? പിള്ളേരും വല്ലവരും ഉണ്ടോ? ആരും ഇല്ലാതെ ഇട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ കുടുംബത്തിൽ വല്ല കാര്യം നോക്കണം? പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ? പണ്ടത്തെ ആ അത്യാവശ്യം കുത്തിരിക്കാനുള്ള പരിപാടി. അത്യാവശ്യത്തിന് ആൾക്കാർ ഒരു പോക്കൊക്കെ ഉള്ളു. ആ അത്യാവശ്യത്തിന് പോണല്ലേ? അത് മതി. ആ അത്യാവശ്യത്തിന് പോണ. രണ്ടപ്പട്ടിയുടെ കൂട്ടൊരു പോക്ക്. ദൂരം. രണ്ടപ്പട്ടിയുടെ കൂടെ എവിടെയാ പോണേ? അതന്നെ അത് ആ അപ്പം വെച്ചാക്കാൻ അല്ല മൂല. അത് കഴിക്കാനുള്ളതാന്നേ. വിവാൻ ചായ കുടിച്ചില്ലല്ലോ. ഞാൻ എപ്പം കുടിക്കാനാ? അത് ഇവിടുന്ന് എല്ലാരും ഏറ്റുപോയി കഴിയുമ്പോ കുടിക്കും. ഇവിടുന്ന് എല്ലാരും ഏറ്റുപോയി കഴിയുമ്പോ കുടിക്കൂന്ന്. ഏറ്റു വന്ന് കുടിക്കും. ഏറ്റുപോയി കഴിയുമ്പോ ചോര വരുന്നുണ്ട്. അവൻ കിടക്കുവാണോ? ആണോ? ആ കിടക്കുവാനോ പഠിക്കുവാണോ എന്നാന്ന് അറിയത്തില്ലല്ലോ. പഠിത്തമുണ്ടോ? ആ പഠിക്കുന്നുണ്ടോ തോന്നുന്നു. അതിൻ്റെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റം അറ്റം മൂലയാണോ പഠിക്കണമെന്ന് അറിയത്തില്ല. പരീക്ഷ പാടാനാ. അക്ഷരം നമുക്ക് പഠിക്കുകയല്ല. അതേന്നേ, അതാണ് കുഴപ്പം. അതാണ് അറിയത്തുമില്ല. ആ ഇപ്പോഴുള്ള പിള്ളേരെ കുഴപ്പം അതാന്നേ. നിലയോ പഠിക്കില്ല. എഴുതിയാലൊക്കെ കൂടുതൽ തെറ്റല്ലേ? തെറ്റാന്നേ. അതാ കുഴപ്പം. മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അക്ഷരത്തെറ്റായിരുന്നു. ആണോ? തുണി എടുക്കട്ടെ. നീ എവിടെ പോവാ? ഞാൻ തന്നെ തയ്യൽക്കടയിൽ പോവാൻ അമ്മയോട് വരാൻ പറഞ്ഞില്ലേ? തയ്യൽക്കടയില്. അതെവിടെയാ? അത് കുറച്ച് പോണം. കഥ തുറന്നേ. തുണി എടുത്തോണ്ട് ഞാൻ പോട്ടെ. സമയം പോണേ. അത് ഞാൻ വരുമ്പോ നേരം ഒന്നും പോലെ വായിക്കും. എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റും. അത് വീട്ടിലാ പോണ്ടേ? ഏത് വീട്ടിലാ പോണ്ടേ? വീട്ടിലോട്ട് പോകണം. ഏതാ അമ്മയുടെ വീട്? അങ്ങോട്ട് പോകാം. ചോര വരുന്നുണ്ട്. പടിഞ്ഞാറാണോ? പിന്നെ താങ്ങിയ വേനരിക്കല്ലേ? പിന്നെ നനയല്ലേ? പടിഞ്ഞാറത്തെ വീടാണോ? അമ്മനെ കുളിപ്പിക്കാൻ പോയി. നനഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയാൽ മതിയായിരുന്നല്ലോ. നാലുപാടും എല്ലാവരും ഓടിപ്പോയ കുടുംബത്താരും ഇല്ലാതെ കുടുംബത്ത് വരുന്നു. പ്രായമായവരും അല്ലാത്തവരും ഒക്കെ കൊച്ചുകളും പിള്ളേരും ഒക്കെ വെള്ളം കഴിക്കാൻ വരുമ്പോഴൊക്കെ ആരാ സമയത്ത് കൊടുക്കാനുള്ളു. അതിനല്ലേ അമ്മ ഇവിടെ ഇരിക്കുന്നേ? എലിക്കുട്ടി കുടിക്കല്ലേ? എലിക്കുട്ടി കുടിക്കല്ലേ? കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ കാണുമല്ലേ. ആ ഇനി അമ്മ എവിടെ പോവാ? അതേന്നേ. എവിടെ പോവാന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു. എലിക്കുട്ടി ഇവിടെ ഉണ്ടല്ലോ. ഞാനേ ഇപ്പം പോയിട്ട് വരും. നല്ലതാണോ? നീ എവിടെയാ പോണേ? ഇത് നല്ലതാണോ? ഇത് നല്ലതാണോ? ആ കൊള്ളുമായിരിക്കും. ഇത് മേടിച്ചു തന്നതാ അമ്മയുടെ മകൻ. ആണോ? ആ അതിന് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ഇട്ടാ പോരെ. ഇട്ടാ പോരെ, തയ്പ്പിക്കാൻ കൊടുക്കാനാ. പിന്നെ ഓരോരുത്തരും നിറത്തിന് അനുസരിച്ചുള്ള കളറും നല്ലതാ. അതൊക്കെ അറിയാല്ലേ? അങ്ങനെയാ വസ്ത്രത്തിന്. എല്ലാം അമ്മക്ക് അറിയാം. നീ എന്നാ വിചാരിച്ചു? വെള്ളയാണ് വെള്ള, ചുവന്നതാണ് ചുവന്നത്, പച്ചയാണെ പച്ച. അതെ, ഓരോരുത്തരുടെ കളറിനും ബോഡിക്കോ ഷേപ്പിനും അനുസരിച്ചുള്ള സാധനം ഇടണം അല്ലേ? അവിടെ അതിനകത്ത് പിള്ളേർ ഏറ്റില്ലേ? അയ്യോ ഇനി എപ്പോഴാ തീറ്റയും കൂടി ഒന്നും കൊടുത്തില്ല.
തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന തോന്നിയ നല്ല തുണിയാണോ? രണ്ടിനും കളറ് മാറിയ ആ നല്ലതാണോ അത്? അതാണ് ഇതാകുമ്പം അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ. അമ്മയ്ക്കേ ഇഷ്ടമില്ലല്ലോ. അമ്മയ്ക്കൊക്കെ വെള്ള മാത്രം പോരെ. വെള്ളമൊന്നുമില്ല. വെള്ള കളറല്ലേ അമ്മയ്ക്ക് ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല. രാവിലെ ചക്ക വെട്ടിയതാ ജോമയുടെ കൈ എല്ലാ സ്ഥലത്തും അത്രയും വിരളം മുറിഞ്ഞു. ചോര വരുവാ. അതങ്ങ് കിട്ടണം. അത് ഇനിയിപ്പം ഞാൻ വെള്ളയുള്ള പള്ളിയിൽ പോണ ഒരു പള്ളിയിൽ പോണ മുണ്ടിന് വസ്ത്രം മാത്രമോ വെള്ളയോ? ബാക്കിയൊക്കെ കരയും പൂവൊക്കെയുള്ള കരിയല്ലേ? അതൊക്കെ പോവാണ്. ഞാനും പോവുക. അമ്മ എവിടെ പോവാ? എനിക്ക് വീട്ടിലോട്ട് പോകണം. ആരാ ഏതിയാ പോണേ? ഏത് വഴിയാ പോണേ? കൊറേ നടക്കാനുണ്ട്. നടക്കുവോ? ഞാൻ നടക്കാൻ പോവാ. എന്റെ കൊളസ്ട്രോൾ ഒന്ന് കുറയട്ടെ എന്ന് ഓർത്ത് നടക്കാൻ പോവാ. നടക്കാനായിട്ട് പോവാ. അല്ലെ വിമാനം എന്നെ കൊണ്ടുവിടും, അല്ലെ ജോമോൻ എന്നെ കൊണ്ടുവിടും. ഞാൻ ഇനി നടന്നേ പോണുള്ളൂ. അമ്മ എവിടെ പോയാൽ നടക്കുവോ? നീ വരികയല്ലേ? ഞാൻ വരണോ? നീ എപ്പോഴാ വന്നെ? വരണോ? ആ എനിക്കറിയത്തില്ല. അല്ല അമ്മയല്ലേ ചോദിച്ചു വരുവോന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. വരണോ? ഞാനിവിടെ ഇരിക്കാൻ പോവാണോ? അമ്മ ഇവിടെ ഇരുന്നോണ്ട് മകനുണ്ടല്ലോ. പിന്നെ നടക്കോ? അതിനാ വീട്ടിൽ ആളുണ്ടോ? പിന്നെ വീട്ടിൽ ആളല്ലേ ഈ വന്നിരിക്കുന്നത്. ഇത്രയും വലിയ ആളുണ്ടായിട്ട് പോരെ? ഞങ്ങളുടെ വീട്ടിൽ ആളില്ല. അമ്മയുടെ വീട്ടിൽ ആളുണ്ടെന്ന്. ഇത് മകൻ ഒരു മനെ കൊണ്ട് പറ്റും. കുടുംബപ്പണി നടക്കട്ടെ. എനിക്കറിയാതെ പണ്ട് പോലുള്ള കാര്യ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ തുടങ്ങും പാവ അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ മേലെ. ആദ്യാ ഞാൻ പോകുമ്പോ. എനിക്കെല്ലാം അറിയാമോ, എല്ലാ കാര്യവും എനിക്കറിയാം. അടുക്കള പണിയൊക്കെ അത് ചെയ്യാൻ അമ്മേനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ്. പറ്റുമൊക്കെ ചെയ്യും. പക്ഷേ എല്ലാ സമയത്തും പറ്റിയായിരുന്നു. ഒരു നേരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയ കണ്ടത്തിരി പണിതല്ലേ? ഓരോന്നിനും ഓരോ സമയം പ്രായമുണ്ട്. അതനുസരിച്ചുള്ള മാറ്റം വരും. അതിനനുസരിച്ചുള്ള പണികൾ ആരുടെയും കുഴപ്പമില്ല. ഓർമ്മക്കുറവും ബുദ്ധിക്കുറവും ചെയ്യുന്നത് ശരിയാകാതെ വരികയൊക്കെ ചെയ്യും. അതൊക്കെയാണ്. ആരുടെയും കുഴപ്പമില്ല. ഞാൻ പോവാ. ഞാൻ വീട്ടിലേക്ക് പോവാ. അല്ല അത് മറ്റു പറഞ്ഞു ഇവിടെ ഇന്നോട്ടാ വെക്കുവോ? വീട്ടിലാള് വേണ്ടേ? ഇവിടെ നോക്ക്, ജോമോനെ നോക്ക്, വിവാനെയൊക്കെ നോക്ക്. ഏത് വീട്ടിലോട്ടാ പോണേ? ഏത് വീട്ടിലോട്ടാ പോണേ? ഏത് വീട്ടിലോട്ടാ? എൻ്റെ വീട്ടിൽ. അമ്മയുടെ വീട് ഏതാന്ന് ചോദിച്ചേ. ഞങ്ങളറിയുന്ന വീട് ഇതല്ലേ ഉള്ളൂ. അരയത്ത് പുത്തമ്പരയാണോ അതോ മറ്റേ നമ്മുടെ പടിഞ്ഞാറത്തെ വീടാണോ? ഇല്ല, പടിഞ്ഞാറേ വീട്ടിലാണോ? ഞങ്ങളുടെ വീട്. അതേത്? ഞങ്ങളുടെ വീടിന് പേരില്ലേ? ഞങ്ങളുടെ വീട് മറ്റേ വീടല്ലാതെ ആരും അതൊക്കെ എനിക്കറിയില്ല. ഞാൻ പോവാണ് എൻ്റെ വീട്ടിലോട്ട്. ഞാൻ വീട്ടിൽ പോണതല്ല, ഞാനിപ്പോ ഇങ്ങ വരും. ഇത് കൊണ്ടേ കൊടുത്തേട്ടെ. നീ എങ്ങോട്ടാണ് പോണേ? ഞാനോ? ഞാനൊരു വീട്ടിൽ പോവാ. ഇത് കൊണ്ട് തയ്ക്കാൻ കൊടുക്കാൻ. വീട്ടിലാണേലും കുറെ നാളായി ഇവിടെ മേടിച്ചു വെച്ചിട്ട് ഇതുവരെ കൊടുത്തില്ല. വീട്ടിലും ആരും കാണുകയല്ല ഞങ്ങളുടെ വീട്ടിൽ. അമ്മയ്ക്കാണെ ഓരോ ഓർമ്മയില്ലാത്ത പാവം അല്ലേ? ഒന്നും ചെയ്യാനും പറ്റിയല്ലോ. എന്തെങ്കിലും ഇച്ചിരി എടുത്ത് കിടത്തണം. സമയത്ത് ഭക്ഷണമൊക്കെ അത് ചേരേണ്ടതൊക്കെ ചേർത്ത് കൊടുത്താൽ ഇച്ചിരി കഴിയൊന്നും ഇല്ല. 10-90 വയസ്സാണ്. എത്ര വയസ്സാ അമ്മയ്ക്ക്? എത്ര വയസ്സാ? 90 വയസ്സായ കയ്യിൽ. 90 വയസ്സായോ? ഇപ്പം ആണോ? 90 വയസ്സായല്ലേ? 90 വയസ്സായല്ലേ? 90 വയസ്സായി. 90. അതുപോലെ പിന്നെ കുറവാ. അത് കുറവൊന്നുമല്ല. ഈ ഒന്നും നടക്കാനും എടുക്കാനും എങ്ങും പോകാനും പറ്റിയല്ല. പോവുകയൊക്കെ ചെയ്യാം. നടക്കാനെടുക്കാൻ പറ്റിയ ആടാന്നേ ഉള്ളൂ. എല്ലാം മറ്റുള്ളവർ കൊണ്ട് കയ്യെ പിടിച്ചോണ്ട് നടക്കുമ്പോൾ നടന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യണം. അല്ലെങ്കിൽ രക്ഷപ്പെടിയല്ല. പരിശോധന ഒക്കെ 3-4 പോകണം. വണ്ടിയെ വഴിയാ പോണവരല്ലേ? വീട്ടിലോട്ട് പോകാം. വീട്ടിലാരും ഇല്ല. വീട്ടിലുള്ളവരെവിടെ പോയി? വീട്ടിലുള്ളവരെവിടെ പോയി? വീട്ടിലൊരുമാതിരി ആളില്ല. പക്ഷേ ഞാൻ വീട്ടിലോട്ട് പോവാ. ഞാൻ പോവാ. ഇവിടെ ആരും ഇല്ലല്ലോ. നീ ഇനി എപ്പോഴാ വന്നെ? ഇവിടെ ആരും ഇല്ലേ? നമ്മളൊക്കെ നിൽക്കില്ലേ? ഇവിടെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവരെപ്പോഴാ വന്നെ? കട കൊണ്ടുപോകണം.
കൈ ഒന്ന് കെട്ടി തരുന്നത് മോനെ. ഈ ചോര വരുന്നു. അമ്മയെക്കോട്ട് കെട്ടിയിര്. പഞ്ഞിയും മരുന്നാണോ വെച്ചു? വേണ്ട പോ. അമ്മ കൈ കെട്ടി കൊടുക്കാവോ? കൈ മുറിഞ്ഞിരിക്കുന്നു. കൈ മുറിഞ്ഞിരിക്കുന്നത് വെട്ടിക്കൊടുക്കാൻ. തട്ടുമ്പോ ഇങ്ങനെ താങ്ങുമ്പോ കൈ മുറിഞ്ഞ് താങ്ങുമ്പോ ചോര എടുക്കുന്നു. രാവിലെ ചക്കക്കെട്ട് വെട്ടിയത് കൈക്കെട്ടായിപ്പോയി. എന്റെ ഒരു കാര്യം ഏതാണ്ടൊക്കെ പണി ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഇരുന്ന എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിച്ചിരുന്നു. ഈ കൈ അതെങ്ങനെയാ പുള്ളി നല്ല മുറിഞ്ഞതാ. മുറിഞ്ഞതാണ്. മുറിഞ്ഞാണെങ്കിൽ വലിയ പാടാ. കെട്ടിത്തന്നെ എന്നാ കെട്ടിക്ക്. ഞാൻ പോവുക ആണോ വീട്ടിലോട്ട്. പിന്നെ ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ ആരാ? പിന്നെ വീട്ടിലാരാ ഉള്ള? നീളം പോരെ നീളം നീ ഒരു കൈ താങ്ങും. കെട്ടാൻ എത്ര നീളം എങ്ങനെയാണ് കെട്ടുന്നത്? ഇച്ചിരി കയറി വിട്ടു. ഇച്ചിരി ഇല്ലാത്ത കൊച്ചുങ്ങൾ വീട്ടിൽ എന്താ ചെയ്യാൻ? ഒരു വീട്ടിൽ ഇച്ചിരിയാത്ത കൊച്ചുങ്ങൾ ആരാ? അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അതുപോലല്ല കുട്ടികൾ. ഇച്ചിരിയാത്ത കൊച്ചുങ്ങൾ ആരൊക്കെയാമേ? വിവാനും ചോമോനും. ചിട്ടയില്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല പിരിച്ച് ഇങ്ങനെ അതിങ്ങോട്ട് പുറത്ത്. അങ്ങനെ ശരിയാവും. അതങ്ങോട്ട് പിരിച്ചങ്ങോട്ട് ഞാൻ ഇത് അമ്മ മാനും പിരികാരാണ്. പിന്നെ പിരിച്ചല്ലാതെ കെട്ടാൻ പറ്റുമോ? ഈ കൈ പിടിച്ചു. അടിമുറിഞ്ഞോ? അതെങ്ങനെയാ? അത് ചക്കയുടെ വെട്ടിയതാ. ചക്ക വെട്ടിയതാ. അതുണ്ടാവും. അങ്ങനെ തെറ്റിപ്പോവും. അമ്മ തുപ്പിയിടുന്നതാ. എലിക്കുട്ടി തുപ്പിയിടുന്നതാ. കരിയാപ്പിലെല്ലാം തുപ്പിയിടും. കരിയാപ്പറ്റൊന്നുമല്ല. അതേന്നേ കറിക്കകത്ത് കിടക്കുന്നൊക്കെ തുപ്പിയിടും. ഞാൻ വരും ഇച്ചിരി കഴിയും. പോകട്ടെ, വേഗം പോയിട്ട് വരാം. മഴ എല്ലാം പോയതാലും ഞാനും പോവാ. എന്നാ ബാ. വീട്ടിലോട്ട് എന്നാ ബാന്നേ പോകാം. ഞാൻ പോവാ. ബാ എന്നിട്ടാ ഇവിടെ കവലൊക്കെ അടുത്തോ അമ്മ എവിടെ പിന്നെ പോരുവാണോ? എവിടെ പോവാ? ഞാൻ തയ്യൽക്കടയിൽ പോവാ. ആ അമ്മ പോരുവാണോ? ഞാനെന്താ പോകണ്ടേ? അന്ന് എവിടെ ഇരുന്നു? ഒന്നാ ഞാൻ പോകുന്നില്ല. നീ എപ്പോഴാ വന്നേ? ഞാൻ മഴ ഇച്ചിരി കഴിയുമ്പോ. അമ്മ ഇവിടെ ഇരുന്നോ? എവിടെയാ? അങ്ങ് കുറച്ച് പോണം. ഒരു ദിവസം പോവാം. തുണി കൊണ്ട് ഞാനോ വീട്ടിലോട്ട് പോകുമ്പോ ജോമോൻ ഇവിടെ ഉണ്ട്. ജോമോൻ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കാര്യം. അതിനാ അത് നോക്കത്തില്ലേ? അത് നോക്കൂല്ലോ. വലിയ പാടാ. ചാടി ഇറങ്ങിയതാ. ആ കസാര ഇരുന്നോ? നിങ്ങളൊക്കെ എപ്പോഴാ വന്നെ? ഞാൻ പോവാ. ഒറ്റയ്ക്കുള്ള ഇരിപ്പ് വലിയ പാടാ. അത് ഇവിടെ ആൾക്കാരുണ്ട്. ടാറ്റ കൊടുത്താ? അവളെവിടെ വലിയ പടം? കുന്നമ്പറം വരെ പോയാൽ മതി. കുന്നമ്പറം കുന്നമ്പറയില്ലേ? കുന്നമ്പറം കുന്നമ്പറയില്ലേ? കൂനാമ്പുറം. ആ ബി കെ പുരം വരെ പോണം. വീട്ടുപേരാ? അല്ല വീട്ടുപേരല്ല, നീ കൂനാമ്പുറം സ്ഥലപ്പേരല്ലേ നമ്മുടെ ബി കെ പുരം. നമ്മൾ കുന്നമ്പറം എന്ന് പറയാലേ. താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരല്ലല്ലോ. അല്ലല്ല, ആ സ്ഥലത്തിന്റെ പേരാ. അല്ല എന്നാ പറ്റി? കൈയൊന്നും അനക്കത്തില്ല. പിന്നെ അങ്ങ് പോയി യോമളങ്ങ് പോയി. ശരീരത്തിന് എന്ത് വേദനയാണോ? ആ പെട്ടെന്ന് അങ്ങ് വേദനയൊക്കെ തുടങ്ങി. ഒന്നും പറ്റിയല്ല. രോമളങ്ങ് പോയി. ഇപ്പം മൊത്തം വേദനയായി. ഇവിടെ പോയതാ? ആരാ? വിവീനൊക്കെ പഠിക്കാൻ പോയല്ലേ? വിവീനെ പഠിക്കാൻ പോയല്ലേ? വിവീനായോ? എന്നാ പഠിക്കാൻ? നേഴ്സിംഗ് പഠിക്കാൻ. നേഴ്സിംഗ് പഠിക്കാൻ പോയല്ലേ? എന്തോ ഇല്ല. ആർക്ക്? വീട്ടിൽ.
വീട്ടിൽ അന്തം ബന്ധം ഇല്ല അതിനെ വീട്ടിൽ അന്തം ബന്ധം ഇല്ലാത്ത വീട്ടിൽ അന്തം ബന്ധം ഇല്ലാത്ത എന്നാന്ന് അന്തവും ബന്ധവും വീട്ടിൽ ഇല്ലാത്ത എന്നാന്ന് ഉത്തരവാദിത്തമുള്ളൊരു കുടുംബത്തിൽ വേണ്ട സ്ഥലമാണ് എവിടെയല്ല കിടക്കണം അവിടെയൊക്കെ ചെന്ന് നോക്കണം. ഇതൊക്കെ എടുത്തുകൊണ്ട് വായിക്കുന്നില്ലേ? മലയാള മനോരമ. മലയാള മനോരമയാണോ? ഓഹോ, ഒക്കെ വായിച്ച് മനസ്സിലാക്കിയല്ലോ. മലയാളത്തിൽ അത് വായിച്ചേ, വാർത്തകൾ വായിച്ചേ. സുനിത വില്യംസ് പേടകത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടില്ലേ? എന്നെ കൊണ്ടാണ് ഒന്നും പറ്റത്തില്ല. കെട്ടിയ അടുപ്പിൽ തീ വെക്കാൻ അതിനെക്കൊണ്ട് പറ്റിയത് ഓർമ്മയില്ല. എന്നെക്കൊണ്ട് വേലാകാൻ പ്രായമായില്ല, 80 വയസ്സ് പ്രായമായില്ല. ഇനിയിപ്പോൾ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇനിയിപ്പോൾ അതിനെ ശുശ്രൂഷ മാത്രമേ പറ്റുള്ളൂ. അതിന് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അതിന് കൊടുത്തുകൊണ്ട് അതിനെ ശാരീരികമായി തൊട്ടുള്ളതൊക്കെ മരുന്നായിട്ടും വെള്ളമായിട്ടും കുളിയായിട്ടും കുടിയായിട്ടും ഒക്കെ കൊടുത്തോണ്ടിരിക്കണം. 70 വയസ്സായി. പിന്നെ എഴുതൊന്നുമില്ല, അത് കൂടുതലായി. ഇവിടെ ഇരുന്നാലൊക്കെ ചിലപ്പം വീട്ടിലാരും ഇല്ലായിരിക്കില്ല. പോണമല്ലോ എനിക്ക്. റെഡിയാകും. തുണി മാറണ്ടേ? ചട്ടയും മുണ്ട് എടുക്കണ്ടേ? ചട്ടയും മുണ്ട് ഇടണ്ടേ പോണെങ്കിൽ? ഇല്ല, ചട്ടയും മുണ്ട് ഇടണ്ടേ? ചട്ടയും മുണ്ടും ചട്ടയും മുണ്ടും ഒക്കെ ഇതൊക്കെ മതി. ഇതുകൊണ്ട് എങ്ങനെയാ? ഇതുകൊണ്ട് എന്നാ അവർ സമ്മതിക്കുമോ? ഇവിടുന്ന് അവിടം വരെ ചെല്ലാനുണ്ട്. ഇതുകൊണ്ട് എന്നാ അവർ സമ്മതിക്കല. ചട്ടയും മുണ്ട് ഇട്ടിട്ടുണ്ട് ചെല്ലണം. ചട്ടയും മുണ്ടും ഒന്നും വേണമെന്നില്ല. ആര് പറഞ്ഞു? ഇത് മതിയില്ലേ? അതൊന്നും പോരാ. ഇതിനെന്നാ കുഴപ്പം? ഇത് മതിയോ? ഇതുകൊണ്ട് ഇതിൽ പാള് മാറിപ്പോയല്ലേ? ഇത് മതി. ഇതാണ് വെള്ള വസ്ത്രമാണ്. ഇതാ ഏറ്റവും നല്ലത്. ആണോ? ഓട്ടോറിക്ഷ പിള്ളേരെ കണ്ടൊക്കെ പോണ. അതാണ് കാശ് കുറച്ച് മതി, പെട്ടെന്ന് ചെല്ലുകയും ചെയ്യാം. വരികയും ചെയ്യും. അത് തന്നെ, അതാണ് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് പോണത്. അത് തന്നെ. ഇനി എടുക്കലും പെടുക്കലും പണി എന്തോരകത്തും പുറത്തും. ഇവിടെ പണിയെടുക്കുന്ന ആളെ ആരുമില്ലേ? ആരുമില്ലേ? എനിക്ക് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്ത്. അയ്യോ, എന്നാ നമുക്ക് പോയേക്കാം അകത്തോട്ട്. അവിടെ പോകാൻ അകത്ത് പോയിരിക്കാം. കുഴപ്പമില്ല, അകത്ത് കയറിയിരിക്കാം. ഭയങ്കര ചൂട്. കുഞ്ഞാച്ചന്റെ വീട്ടിലും കയറി അവിടെ പോയി വർത്താനം പറഞ്ഞിച്ചിരുന്ന നേരം. അതെ, കുഴിച്ചു വെക്കാൻ കൊണ്ടുവന്ന നീലയമരി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് 2 തൈ പറിച്ചോണ്ട് വന്നാ. എന്റെ വീട്ടിൽ നിന്നല്ല, അമ്മയുടെ ഇല്ലേ അനിയന്റെ വീട്ടിൽ നിന്ന്. കുഞ്ഞാച്ചൻ കുഞ്ഞുമാന്റെ വീട്ടിൽ നിന്ന്. പൂവുണ്ട, എണ്ണ കാച്ചുന്നതാ തലേ വെക്കാൻ. അത് ഞാൻ കുഴിച്ചു വെക്കാൻ പോവാ. വൈകുന്നേരം കുഴിച്ചു വെക്കട്ടെ. ഞാൻ അന്വേഷയുണ്ടല്ലോ, കെട്ടിയവനുമായിട്ട് പോവുമായിരുന്നു. ഷാപ്പിന്റെ അവിടെ വെച്ച് പുള്ളിക്കാരത്തി എന്നെ കണ്ട്. ഞാൻ ഇവരെ സ്കൂട്ടറിൽ പോകുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ആൾക്കാരങ്ങനെ പോകണമല്ലോ. ലോമോളെന്ന് പറഞ്ഞ എന്നെ വിളിച്ച് പുള്ളിക്കാരത്തി എന്നെ കണ്ട്. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ചുരിദാറിന്റെ അളവ് അവിടെ ഉണ്ട്, നൈറ്റിയുടെ അളവില്ല. പുള്ളിക്കാരത്തി എന്റെ നൈറ്റ് നാളെ കൊടുത്തുവിടാം. പുള്ളിക്കാരത്തി എങ്ങാണ്ട് പോവുക, കൊച്ചിന്റെ കൊടുത്തേക്കാൻ പറഞ്ഞു. ആ ചെറിയ തൂമ്പ എന്തിയ കുറ്റി, കുഞ്ഞു തൂമ്പ. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.